നമസ്കാരം. ഇന്ദിരാനഗറിൽ വ്ളോഗറായ ആസാമീസ് യുവതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. പ്രതിയായ ആരവ് ഹനോയിയെ ബംഗളൂരുവിലെ ദേവനഹള്ളിയിൽ നിന്നാണ് പിടികൂടിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊലപാതകം നടത്തിയ ശേഷം ആരവ് വാരാണസി വരെ എത്തിയെങ്കിലും പിന്നീട് ഇവിടെ നിന്ന് മടങ്ങി. തിരികെ വരും വഴി ഇയാൾ കണ്ണൂരിലെ തന്റെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു. ഇതാണ് അറസ്റ്റിലേക്ക് നയിച്ചത്. പകയെ തുടർന്നാണ് മായയെ കൊലപ്പെടുത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു എന്നാണ് വിവരം. ജോലി അന്വേഷിച്ചാണ് കണ്ണൂർ തോട്ടട സ്വദേശിയായ ആരവ് ബംഗളൂരുവിൽ എത്തിയത്. ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് മായയെ ആരവ് പരിചയപ്പെട്ടത്. 6 മാസം മുൻപായിരുന്നു ഇത്. സുഹൃത്തുക്കളായതിനു ശേഷം ഇവർ സ്ഥിരമായി തന്നെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇവർ തമ്മിൽ പലപ്പോഴായി വഴക്കുണ്ടായെന്ന് ആരവ് പറഞ്ഞതായി പോലീസ് പറയുന്നു. ഈ വഴക്കാണ് മായയെ കൊലപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. സെപ്റ്റോ എന്ന ഓൺലൈൻ ഡെലിവറി ആപ്പ് വഴിയാണ് ആരവ് മായയെ കൊല്ലാൻ കയർ വാങ്ങിയത്. പിന്നീട് കത്തി ഉപയോഗിച്ച് നിരവധി തവണ മായയുടെ ശരീരത്തിൽ ഇയാൾ കുത്തി. കോടതിയിൽ ഹാജരാക്കിയ ശേഷം ആരവിനെ ബംഗളൂരു പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കൊലപാതകത്തിന് ശേഷം 36 മണിക്കൂർ അതേ മുറിയിൽ കഴിയുകയും ശേഷം ഫോൺ ഓഫാക്കി മുങ്ങുകയും ചെയ്ത. കൊലപാതകത്തിന് ശേഷം 36 മണിക്കൂർ അതേ മുറിയിൽ കഴിയുകയും ശേഷം ഫോൺ ഓഫാക്കി മുങ്ങുകയും ചെയ്ത 21-കാരനായ ആരവ് 3 ദിവസത്തിന് ശേഷമാണ് ബംഗളൂരു പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ബംഗളൂരു മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ആരവിന്റെ CCTV ദൃശ്യം കിട്ടിയത്. മജസ്റ്റിക് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വഴികളിലെ CCTVകളിൽ ഒന്നിലും ആരവിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതിനാൽ ട്രെയിൻ കയറി ആരവ് രക്ഷപ്പെട്ടിരിക്കാനാണ് സാധ്യതയെന്ന് പോലീസ് നേരത്തെ കണക്കുകൂട്ടിയിരുന്നു. കണ്ണൂർ തോട്ടടയിലേക്ക് ആരവ് വരില്ലെന്ന് ഉറപ്പാണെങ്കിലും മുത്തച്ഛനുമായി ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ ആദ്യം മുത്തച്ഛനെയും പിന്നീട് പോലീസിനെയും ബന്ധപ്പെട്ട് ആരവ് കീഴടങ്ങാൻ തയ്യാറാണെന്ന് അറിയിക്കുകയായിരുന്നു. എവിടെയാണുള്ളതെന്ന് എന്ന ലൊക്കേഷൻ അടക്കം ആരവ് തന്നെ പോലീസിനോട് പറഞ്ഞു. ഇതനുസരിച്ച് പ്രാദേശിക പോലീസിന്റെ സഹായത്തോടെയാണ് ആരവിനെ ബംഗളൂരു പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എവിടെ നിന്ന് എങ്ങനെ എപ്പോഴാണ് ആരവിനെ പിടികൂടിയതെന്ന അടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാകില്ലെന്നാണ് ബംഗളൂരു ഈസ്റ്റ് DCP D ദേവരാജൻ വ്യക്തമാക്കിയത്. ഫാഷൻ ഫുഡ് വ്ളോഗറാണ് യുവതി. ഇത്തരം വീഡിയോകൾ യൂട്യൂബിൽ പങ്കിട്ടാണ് മായ ശ്രദ്ധ നേടിയത്. അസമീസ് വെഡ്ഡിംഗ് വീഡിയോകളടക്കം അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഷാരൂഖ് ഖാനെയും മെസ്സിയെയും ഇൻസ്പിറേഷനായി താൻ കാണുന്നുണ്ട് എന്നതടക്കമുള്ള വീഡിയോകൾ അവർ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആരവുമായി എങ്ങനെയാണ് യുവതി പരിചയപ്പെട്ടത് എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും പ്രതിയെ ചോദ്യം ചെയ്ത് വരികയാണ്. അതിക്രൂരമായ രീതിയിലാണ് പെൺകുട്ടിയെ ആരവ് കൊലപ്പെടുത്തിയത്.